നമസ്കാരം, മലയാളം ടെക്കിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് VR അഥവാ വെർച്വൽ റിയാലിറ്റി എന്ന ടെക്നോളജിയെ പറ്റിയാണ്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് മിനിമിലിഷ്യ ഗെയിം പ്രേമികൾക്കായിട്ടൊരു കാര്യം, സൂപ്പർ ഹീറോ മോഡ് എന്ന് പറഞ്ഞാൽ അതിനകത്തെ ക്യാരക്ടേഴ്സിനെയും ലൊക്കേഷനും ഒക്കെ മാറ്റി ഒരു ഗെയിം മോഡ് ഇറക്കിയിട്ടുണ്ട്. ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്താണ് VR? അതിന് എന്തൊക്കെ ആവശ്യമാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷം എന്താണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ടെക് ലോകത്തെ പുതിയ വിശേഷങ്ങളും ചാനൽ അപ്ഡേറ്റ്സും അറിയാനായി മലയാളം ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ശേഷം ഫോളോയിങ് ടാബ് ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾ മലയാളം ടെക്കിന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ താഴെയുള്ള ചുമല സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾക്ക് ഇതുപോലുള്ള പല ടിപ്സുകളും അൺബോക്സിങ്, റിവ്യൂസ്, പല കാര്യങ്ങളും നമ്മൾ മലയാളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. മലയാളത്തിൽ നമുക്കൊരു പുതിയ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കണം. എന്താണ് VR? ഈ വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു റിയലായ സ്ഥലത്തേക്ക് വെർച്വലായി പോവുകയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലോകത്തിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് വെർച്വലായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും. അതാണ് ഈ വെർച്വൽ റിയാലിറ്റി. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ആദ്യം കൊണ്ടുവന്നിരുന്നത്? ഇത് ഈ പൈലറ്റ്സിന് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു ടെക്നോളജിയാണ്. അപ്പോൾ അവർക്ക് ശരിക്കും അവർ പ്ലെയിനിൽ കയറി അവർ ട്രെയിൻ ചെയ്യുന്നതിന് പകരം അവർക്ക് ഒരു റൂമിലിരുന്നുകൊണ്ട് ഇതെങ്ങനെ ഈ VR ഹെഡ്സെറ്റും അവരുടെ എക്യുപ്മെൻസും വെച്ച് കറക്റ്റ് ഒരു എയർപ്ലെയിൻ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ അവർക്ക് അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ കൊടുക്കുന്ന കൺട്രോൾസിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും ആ പ്ലെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ ഒരു പെർഫെക്റ്റ് ട്രെയിനിങ് അവർക്ക് വെർച്വൽ ടെക്നോളജി ഉപയോഗിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സാധനം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇത് ഭയങ്കര ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മളിലേക്ക് കൊണ്ടുവന്നത് ഗൂഗിൾ കാർഡ്ബോർഡ് എന്ന് പറയുന്നൊരു സംരംഭത്തിലൂടെയാണ്. ഇതിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ജൈറോസ്കോപ്പ് സെൻസറും മാഗ്നറ്റിക് ഫീൽഡ് സെൻസറും ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ VR ടെക്നോളജി നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്യുള്ളൂ. നിങ്ങളുടെ കയ്യിലൊരു പഴയ ഹാൻഡ്സെറ്റാണ് ഇരിക്കുന്നതെങ്കിൽ അതിലിത് സപ്പോർട്ട് ചെയ്യുമോ എന്നറിയാൻ ഒന്നെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കി അതിനകത്ത് സപ്പോർട്ട് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അടുത്തത് മേടിക്കേണ്ടത് ഒരു VR ഹെഡ്സെറ്റാണ്. 400 രൂപ മുതൽ 8000 രൂപ വരെയുള്ള പല പല മോഡൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്നോ ഏതെങ്കിലും മൊബൈൽ ഷോപ്പിൽ നിന്നോ പോയി ചോദിക്കാം. ഫോക്കൽ ലെങ്തും ലെൻസിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ്സെറ്റ് നോക്കി നിങ്ങൾ വാങ്ങിക്കുക. പിന്നെ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് VR ഹെഡ്സെറ്റിൻ്റെ ക്വാളിറ്റിയാണ്. റേറ്റ് കൂടുന്നതനുസരിച്ച് ഹെഡ്സെറ്റ് നല്ലതാകണമെന്നില്ല. ഈ റേറ്റ് കുറഞ്ഞ ഹെഡ്സെറ്റുകളിലും നല്ല ക്വാളിറ്റിയുള്ള ഹെഡ്സെറ്റുകൾ കിട്ടാനുണ്ട്. ഇപ്പോൾ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ കമൻറ്റ്സ് വായിച്ച് നോക്കുക. റിവ്യൂസ്, ആൾക്കാർ എഴുതിയ റിവ്യൂസ് എങ്ങനെയുണ്ട്, ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് നോക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കുറച്ച് ഹെഡ്സെറ്റുകൾ സജസ്റ്റ് ചെയ്യാം. ലിങ്ക് താഴെ ഉണ്ടായിരിക്കും. അടുത്തതായത് ഈ ഫോൺ നിങ്ങളുടെ ഹെഡ്സെറ്റിൽ എങ്ങനെയാണ് പിടിപ്പിക്കുക എന്നുള്ളത്. അതിപ്പോൾ പല ഹെഡ്സെറ്റുകൾക്കും പല മെത്തേഡാണ്. ചിലത് ഓപ്പൺ ചെയ്ത് അതിനകത്തോട്ട് വെച്ച് ക്ലോസ് ചെയ്യുന്ന മാഗ്നറ്റിക് ടൈപ്പ് ഹെഡ്സെറ്റുകളുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മളൊരു ഹോൾഡറിലോട്ട് വെച്ച് അകത്തോട്ട് സ്ലൈഡ് ചെയ്ത് കയറ്റുന്ന ഹെഡ്സെറ്റുകളുണ്ട്. ഗൂഗിൾ കാർഡ്ബോർഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഫോൺ വെച്ച് കൊടുത്ത് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ പല പല ടൈപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന ബഡ്ജറ്റ് അനുസരിച്ച് ഇതിൻ്റെ ഫീച്ചേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു തരാൻ അല്പം ബുദ്ധിമുട്ടാണ്, കാരണം ഇത് സ്വയം അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. നിങ്ങൾ VR സപ്പോർട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഗെയിമോ വീഡിയോസോ ഓപ്പൺ ചെയ്തിട്ട് ഫോൺ ഹെഡ്സെറ്റിനുള്ളിലേക്ക് വെക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ രണ്ടായിട്ട് വിഭജിക്കുന്നു. ഇടതുവശത്തെ കാഴ്ച ഇടത് ലെൻസിൽ കൂടെ ഇടത്തെ കണ്ണിൽ പതിക്കുകയും വലതുവശത്തെ കാഴ്ച നേരെ തിരിച്ചും പതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കാണുന്ന കാഴ്ചയെ നിങ്ങളുടെ തലച്ചോർ ഒന്നായി യോജിപ്പിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ ഈ VR എഫക്റ്റ് അനുഭവിക്കുന്നത്. എപ്പോഴും VR ഹെഡ്സെറ്റ് വാങ്ങുമ്പോൾ മാഗ്നറ്റിക് ട്രിഗർ ഉള്ള ഹെഡ്സെറ്റ് വാങ്ങിക്കാൻ നോക്കുക. കാരണം ഫോൺ ഹെഡ്സെറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടച്ച് ഇൻപുട്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഹെഡ്സെറ്റിലുള്ള മാഗ്നറ്റിക് ട്രിഗർ പ്രവർത്തിപ്പിക്കുകയും ഫോണിൻ്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് സെൻസർ ഇൻപുട്ട് സിഗ്നൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഫോൺ ഹെഡ്സെറ്റിനുള്ളിൽ വെച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നത്. അടുത്ത ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് 360 ഡിഗ്രി വീഡിയോസ് കാണാം. അതായത് ഹെഡ്സെറ്റ് നമ്മുടെ തലയിൽ വെച്ചുകൊണ്ട് ചുറ്റിനും 360 ഡിഗ്രി കോണിലും നമുക്ക് വീഡിയോസ് ചുറ്റിക്കറങ്ങി കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ 3D വീഡിയോസ് എല്ലാം സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്കൊരു സ്ഥലത്ത് പോകണമെന്നുണ്ട്, അവിടെ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ലൊക്കേഷൻ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അതിനകത്ത് ഈ ലൊക്കേഷൻ നമ്മൾ സെർച്ച് ചെയ്യുക, ആ ലൊക്കേഷനിലേക്ക് നമുക്ക് വെർച്വലായിട്ട് പോകാം. അവിടെ പോയി എങ്ങനെയാണ് ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് പലതരം ഗെയിമുകൾ വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് കളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഈ ഗൂഗിൾ കാർഡ്ബോർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഈ ഗെയിമിൻ്റെ ലിസ്റ്റും വെർച്വൽ റിയാലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ആപ്സുകളുടെ ലിസ്റ്റും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ദോഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്
നമ്മുടെ കണ്ണിനോട് അടുത്തിരിക്കുന്ന കാരണം അധികം നേരം, അതായത് ഇപ്പോൾ ഒരു മാക്സിമം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നിങ്ങൾ ഉപയോഗിക്കുക. അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് കണ്ണിന് ചീത്തയാണ്. പിന്നെ ചിലർക്ക് തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ മാക്സിമം ഈ VR ഹെഡ്സെറ്റ് ഒഴിവാക്കുക. പിന്നുള്ളൊരു ചോദ്യം, ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ്. ഭാവിയിൽ വളരെയധികം മുമ്പോട്ട് വരാനിരിക്കുന്നൊരു ടെക്നോളജിയാണ് ഈ വെർച്വൽ റിയാലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സാധ്യതകൾ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ? നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് അനുഭവിച്ചറിയേ എന്താണ് വെർച്വൽ റിയാലിറ്റി, അതിൻ്റെ എഫക്റ്റ് എന്താണ്, അതിൻ്റെ ഒരു ഫീല് വേറെയാണ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. VR എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ധാരാളം മലയാളികൾ ഇപ്പോഴും ഉണ്ട്. അവരുടെ അറിവിലേക്ക് ഈ സാങ്കേതിക വിദ്യ എത്തിക്കാനായി ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതുപോലുള്ള ടിപ്സുകളും ഗൈഡ്സും റിവ്യൂസ് അൺബോക്സിങ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് മലയാളം ടെക്കിന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഉടൻ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യൂ. നിങ്ങൾ ഒരു വീഡിയോയും മിസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തും. നിരവധി വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കുന്നു.